KPCC അംഗം KV സുബ്രഹ്മണ്യനെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. തെരഞ്ഞെടുപ്പ് കാലത്തെ പാർട്ടി വിരുദ്ധ പ്രവർത്തനം ചൂണ്ടിക്കാട്ടിയാണ് നടപടി. കോഴിക്കോട് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് DCC പ്രസിഡന്റുമായി ഇടഞ്ഞിരുന്നു. സിനോജ് തോമസ് നൽകും വിവരങ്ങൾ. സിനോജ്, KV സുബ്രഹ്മണ്യനെ പോലുള്ള ഒരു മുതിർന്ന നേതാവിനെ ഇപ്പോൾ പാർട്ടി അംഗത്വത്തിൽ തന്നെ പുറത്താക്കുന്ന ഒരു സാഹചര്യം എന്തായിരുന്നു? കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള മുതിർന്ന KPCC അംഗവുമാണ് KV സുബ്രഹ്മണ്യം. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ KV സുബ്രഹ്മണ്യം പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ ഉൾപ്പെടെ KV സുബ്രഹ്മണ്യനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. അതിനുശേഷം DCC നേതൃത്വം അന്വേഷണം നടത്തുകയും ആ റിപ്പോർട്ട് KPCC നേതൃത്വം നൽകുകയും അങ്ങനെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ചേവാർ സർവീസ് സഹകരണ ബാങ്കിന്റെ മുൻ ഡയറക്ടർ കൂടിയാണ് KV സുബ്രഹ്മണ്യം. കോൺഗ്രസ് ഭരണസമിതിയാണ് ഈ ബാങ്ക് ഭരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ ഭരണസമിതിയും കോൺഗ്രസ് നേതൃത്വം തമ്മിൽ അകന്നു കഴിയുകയാണ്. വിവിധ വിഷയങ്ങളിൽ തർക്കത്തിലാണുള്ളത്. കഴിഞ്ഞ വർഷം സഹകരണ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ സഹകരണ മേഖല സംരക്ഷിക്കാൻ വേണ്ടി ഒരു യോഗം നടന്നിരുന്നു. ആ യോഗത്തിൽ ഈ ചേവാർ സഹകരണ ബാങ്കിന്റെ ചെയർമാൻ പ്രശാന്ത് കുമാർ പങ്കെടുത്തത് വിവാദമായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രശാന്ത് കുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് KV സുബ്രഹ്മണ്യം വാർത്താ സമ്മേളനം വിളിക്കുകയും തന്റെ സ്ഥാനമാനങ്ങൾ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നത് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ആ രാജിവെക്കൽ അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ KPCC നേതൃത്വം KV സുബ്രഹ്മണ്യത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. വിനീത. ശരി, സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.